ബീഹാറിൽ ജയിച്ചത് NDA അല്ല, ഇലക്ഷൻ കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷന്റെ വിജയമാണ് ബീഹാറിൽ ഉണ്ടായിരിക്കുന്നത്. മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഉണ്ടായ സംഭവത്തിന്റെ ഒരു അതേ തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പം മഹാരാഷ്ട്രയിലും ഹരിയാനയിലും എന്ത് നടന്നുവെന്ന് ശ്രീ രാഹുൽ ഗാന്ധി തന്നെ വ്യക്തമായി ജനങ്ങളോട് സൂചിപ്പിച്ചതാണ്. അതിന്റെ റെപ്പറ്റീഷനാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അവ ഇന്ത്യയിൽ ജനാധിപത്യം അപകടത്തിലാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചനയാണ്. നിഷ്പക്ഷവും നീതിപൂർവമായ നിലയിൽ ഇനി ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടക്കില്ല. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും ചേർന്നുണ്ടാക്കിയ ഒരു അട്ടിമറിയാണ്. ഏതായാലും എന്ത് വേണമെന്നുള്ളത് എല്ലാവരും ആലോചിക്കേണ്ട കാര്യമാണ്. ഇനി അവരുടെ മോഡി ഷാ ഭരണത്തിന്റെ കീഴിൽ ഒരു നിഷ്പക്ഷ നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ നടക്കില്ല എന്നുള്ള ഇതിന്റെ ആവർത്തിച്ചുള്ള പ്രഖ്യാപനമാണ് ബീഹാറിൽ നടന്നത്. മഹാരാഷ്ട്രയിൽ ഇത് നടന്നപ്പോൾ നമ്മൾ പറഞ്ഞു, ഹരിയാനയിൽ നടന്നപ്പോൾ പറഞ്ഞു, പരാതികൾ കൊടുത്തു, ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല. വീണ്ടും ഇപ്പോൾ ബീഹാറിലും ഇത് ആവർത്തിച്ചിരിക്കുന്നു. എന്ത് വേണമെന്ന് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ ഗൗരവത്തോടെ ആലോചിക്കേണ്ട സാഹചര്യമാണ്. യുവാക്കൾക്ക് കൂടുതൽ പരിഗണന എല്ലാ കാലത്തും നൽകേണ്ടതാണ്. പ്രത്യേകിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവർക്ക് പ്രാതിനിധ്യം കുറവുണ്ടെങ്കിൽ അത് പരിഹരിച്ചുകൊണ്ട് എല്ലാ അർഹരായ വിജയിക്കാൻ സാധ്യതയുള്ള ചെറുപ്പക്കാർക്ക് സീറ്റുകൾ നൽകണമെന്നാണ് നമ്മുടെ എല്ലാ കാലത്തെ അഭിപ്രായം. കോൺഗ്രസ് എല്ലാ കാലത്തും നൽകിയിട്ടുമുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പരാമർശത്തെ പരിശോധിച്ച് എവിടെങ്കിലും അവർക്ക് പരാതി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുമെന്നാണ് എന്റെ വിശ്വാസം. തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ മൂടി വെക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അഭിപ്രായ വ്യത്യാസങ്ങൾ വളരെ രൂക്ഷമാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇത് പൊട്ടിത്തെറിയിലേക്ക് പോകും എന്നാണ് അവർ പറഞ്ഞത്. ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, LDFിലാണ് അന്തഛിദ്രം രൂക്ഷമായിരിക്കുന്നത്. UDFിലല്ല. UDF ഒറ്റക്കെട്ടാണ്.